ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്ക് എനിക്ക് പാലിക്കാനായിട്ട് പറ്റില്ല. അതിന് ഞാൻ ആദ്യം തന്നെ സോറി പറയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നതിലും തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പോകുന്ന ഡേറ്റും അഥവാ എനിക്കിപ്പോൾ വീഡിയോയിൽ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിലൊക്കെ പോകാമെന്നൊക്കെയായിരുന്നു ആദ്യം വിചാരിച്ചത്. അപ്പോൾ പോകേണ്ട കാര്യമൊക്കെ വളരെ കൺഫ്യൂഷനായി. പിന്നെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് എല്ലാ തീരുമാനങ്ങളും മാറ്റേണ്ടതൊക്കെ ആയിട്ട് വന്നു. പിന്നെ ട്രെയിനിൽ പോകാമെന്നൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസവും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് നമ്മളത് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്കത് മുൻകൂട്ടി വന്ന് വീഡിയോയിൽ പറയാനും തലേദിവസം വരെ ഞങ്ങൾ പോണോ പോണ്ടേ അങ്ങനത്തെ ഒരു എന്താ പറയുക കുറച്ച് തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസിൽ വന്ന് പറയാനുള്ളൊരു ഗ്യാപ്പും കിട്ടിയില്ല. പിന്നെ തലേദിവസമൊക്കെ പോകുന്നതിൻ്റെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയത് കാരണം എനിക്ക് വീഡിയോസൊന്നും ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യേണ്ട ആ ഒരു ഫ്ലോ എൻ്റെ പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളൊക്കെ വീഡിയോസ് ഇല്ലാണ്ട് ഇരുന്നത് കാരണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൈൻ മാസ്റ്ററിൻ്റെ ചെറിയൊരു പ്രശ്നമൊക്കെ കാരണം വീഡിയോ ചെയ്യാനുള്ള ഒരു ഫ്ലോ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസ് ഇങ്ങനെ ചിലപ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എഡിറ്റ് ചെയ്യാൻ ടൈമില്ലാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ടൈമില്ലാത്തതിൻ്റെ കാരണം കണ്ണൻ്റെ തെറാപ്പികൾ, കണ്ണൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, ഒന്നിടവിട്ട ദിവസങ്ങൾ എനിക്ക് അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പോവേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ ഒരു ദിവസം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന പിറ്റേ ദിവസം വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം നല്ല പണികളുണ്ടാവും. പിറ്റേ ദിവസം ആദ്യം പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ കണ്ണൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ എനിക്കൊന്നിനും നേരമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഏണിങ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അച്ഛനും അമ്മയാണ് കേട്ടോ ഉണ്ടായിരുന്നത് കൂടെ പറശ്ശിനിക്കടവ് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോയി ട്രെയിനിലാണ് പോയത്. കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളപ്പോൾ രാവിലെ ഒരു വീട്ടിൽ നിന്നൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 7 മണിയുടെ ട്രെയിനിനാണ് നടന്ന് പോകുന്നത്. ഒരു ഏകദേശം ഒരു 1-1:30 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ടേ 3 മണി തൊട്ട് 5 മണി വരെ നമുക്കിങ്ങനെ മുത്തപ്പനെ കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കാണാൻ മുത്തപ്പനെ കാണിച്ച് അനുഗ്രഹമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വേഗം തന്നെ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 3 വർഷത്തോളം ആയിട്ടുണ്ട് ഇവിടേക്ക് വന്നിട്ട്. ഞാൻ ആകെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. അന്ന് വന്നതും പിന്നെ ഇപ്പോഴും അങ്ങനെ ആകെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനും കണ്ണനും കല്യാണിയൊക്കെ വരുന്നത്. അപ്പോൾ മുത്തപ്പനെയൊക്കെ നല്ലതുപോലെ കാണാനൊക്കെ പറ്റി. അങ്ങനെ ഭയങ്കരമായി അന്ന് ഞങ്ങൾ വന്നത്രയ്ക്കുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ കാണാനൊക്കെ പറ്റി. പക്ഷെ കണ്ണന് ഇങ്ങനെ മുത്തപ്പനെ കാണുമ്പോഴേ അവന് പേടി പോലെയായിരുന്നു. അതവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ ആ ഒരു വേഷമൊക്കെ കെട്ടിയിട്ടൊക്കെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവനറിയില്ലല്ലോ അത് എന്താണ് ഏതാണെന്നൊന്നും അവനറിയില്ലല്ലോ. അപ്പോൾ അവനൊരു പേടി പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ കുറേ നേരം ഇങ്ങനെ പേടി കാണിച്ച് കരഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ടിൽ അവിടെ വന്നിങ്ങനെ ഇരുന്നു കേട്ടോ കണ്ണനെ കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആൾക്ക് വെള്ളവും അതിൽ കൂടെ ബോട്ട് പോകുന്നതും അതൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും പിന്നെ മുത്തപ്പനെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും അനുഗ്രഹം കൊടുക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം അകത്തേക്ക് തന്നെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ആദ്യം അകത്തേക്ക് പോയി. കല്യാണിയാണെങ്കിൽ അവിടെ വെള്ളത്തിലിറങ്ങി ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് അവളിങ്ങനെ കുഞ്ഞു കുറുമ്പൊക്കെ കാണിക്കുന്നത് കാരണം. പിന്നെ ഞങ്ങൾ മുത്തപ്പനെയൊക്കെ കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ എന്താ പറയുക പ്രസാദമൊക്കെ കഴിക്കാൻ വന്നപ്പോൾ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറേ പേരൊക്കെ വന്ന് പറയും അവിടെ വരെ വന്നിട്ട് അറിഞ്ഞില്ലെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ എനിക്ക് അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും റീലിട്ടപ്പോൾ ജസ്റ്റ് ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഒരുപാട് ദൂരമാണല്ലോ നമ്മളെയൊക്കെ സംബന്ധിച്ച്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് ദൂരമാണ് കണ്ണൂരൊക്കെ. അപ്പോൾ അവിടെയുള്ളവരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. പറയും ഇത്രയും ദൂരമായതുകൊണ്ട് തൃശ്ശൂർ വന്ന് കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് ദൂരമാണ് അവിടെയുള്ളവർക്കൊക്കെ കാണാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരുന്നു. പക്ഷേ
എനിക്കും ഡേറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. കൺഫേം ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സമയവും ഉണ്ടായിരുന്നില്ല വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവിടുത്തെ വെള്ളം എടുത്തിട്ട് കണ്ണൻ്റെ തലയിലും കാലൊക്കെ ഒന്ന് കഴുകി കൊടുക്ക്, തലയിൽ ഇത്തിരി വെള്ളം തെളിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് കണ്ണൻ്റെ കാലൊക്കെ കഴുകി കണ്ണൻ്റെ തലയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തെളിച്ചു വിട്ടപ്പോൾ ആ ചേട്ടനെ കണ്ടിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, മുത്തപ്പൻ കാത്തകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണനെ പറ്റിയിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. അല്ല, ആളും കുറേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണന് വേണ്ടിയിട്ട്. അവിടെ ബോട്ടിൽ കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ആളുകൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ പിന്നെ നമുക്കത് അങ്ങനെ തിരക്കോട് കൂടിയൊക്കെ പോകുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വേണ്ട, കയറണ്ട. കണ്ണന് ഇഷ്ടമാവുമായിരുന്നു കേട്ടോ ബോട്ടിൽ അങ്ങനെ കയറുമ്പോൾ, കണ്ണന് ഇഷ്ടമാവുമായിരുന്നു. പക്ഷേ പിന്നെ തിരക്കൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് എന്തോ ഒരു കയറണ്ടെന്ന് തോന്നി. അവനാണെങ്കിലൊരു പ്രൈവസി ഒന്നും കിട്ടില്ല ഈ തിരക്കിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇങ്ങനെ കാണുമ്പോഴൊക്കെ. പിന്നെ റൂമിൽ വന്നു. റൂമിൽ കുറച്ച് നേരം നല്ല റൂമിലായിരുന്നു. പിന്നെ പാട്ടൊക്കെ കേട്ട് കിടക്കലും ആൾക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ നമ്മുടെ കണ്ണൂരുള്ളൊരു ചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻകുട്ടീനെ. അപ്പോൾ ആ ചേട്ടനുള്ള ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കണ്ണനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കണ്ണനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുന്ന അതൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേരെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു, കുറേ പേരെ നമ്മൾ കണ്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആഗ്രഹിച്ചിരുന്ന കുറേ പേരെ കണ്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ആർക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ വരാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരെ കണ്ടു. അതിലധികം പേരെ കാണാതെയും വരേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറശ്ശിനിക്കടവ് പോയ സമയത്ത് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അത്രത്തോളം ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. അന്നെല്ലാം നമ്മൾ പ്ലാൻഡ് ആയിരുന്നു, ഇന്ന ദിവസം പോകുന്നു, ഇത്ര മണിക്ക് പോകുന്നു, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. ഇത് അത്രയും അങ്ങോട്ട് പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്കങ്ങനെ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ണനും കല്യാണിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നേ, ഭയങ്കര സന്തോഷമായിരുന്നു. പിറ്റേ ദിവസവും ഞങ്ങൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു, തൊഴുതു. അപ്പോൾ അപ്പോഴൊന്നും ഇപ്പോൾ ഇങ്ങനെ വെള്ളാട്ട് അങ്ങനെയുള്ള മുത്തപ്പൻ വരുന്നത് അങ്ങനെയുള്ളതൊന്നുമില്ല, രാവിലെ ഒന്നുമില്ല. രാവിലെ വൈകിട്ടുണ്ടായിരുന്നു ഒന്ന്. പക്ഷേ ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് ഇപ്പോൾ ഈവനിങ്ങിൽ മാത്രമേ ഉള്ളൂ, 3 തൊട്ട് 5 വരെ അങ്ങനെയുള്ളൂ. അപ്പോൾ കല്യാണി മെയിനായിട്ട് ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ വാങ്ങുക, ഈ വക സാധനങ്ങൾ. തലേദിവസം തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴേക്ക് വേറെ പാവക്കുട്ടി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വാശിയായി. ഒരുപാടുണ്ട് കേട്ടോ, കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ കുട്ടികളല്ലേ, അവർക്ക് ഇങ്ങനെ പുതിയത് കാണുമ്പോൾ അത് വേണം എന്നൊക്കെയുള്ള വാശികളാണ്. പിന്നെ നമ്മൾക്ക് പറയാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ മാക്സിമം പറയും വേണ്ട, അതെടുക്കണ്ട, അത് വേണ്ട, അത് അവിടെ ഉണ്ട് എന്നൊക്കെ പറയും. പിന്നെ വാശി പിടിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ നിവർത്തിയില്ല. ഞാൻ പിന്നെ കണ്ണൻകുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് വാശി പിടിക്കലൊന്നും ഇല്ലല്ലോ. ആകെ അവളല്ലേ ഉള്ളൂ ഇങ്ങനെ വാശി പിടിക്കാനൊക്കെ ആയിട്ട്. കണ്ണൻകുട്ടി നല്ല കുട്ടിയല്ലേ, കണ്ണൻകുട്ടി അങ്ങനെ കുറുമ്പൊന്നും ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് അവനങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ അവളല്ലേ വാശി പിടിക്കാനുള്ളത്, അവളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ പിന്നെ മൂളി നിൽക്കും കേട്ടോ. അപ്പോൾ അതാൾക്ക് ഇത്തിരി എളുതരവുമായി വരുന്നുണ്ട്. പിന്നെ ഞങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നാട്ടിലില്ല. അപ്പോൾ ആളുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറാനായിട്ട് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്, കണ്ണനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഒരുപാട് അറിയുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ വരെ വന്നതല്ലേ, കണ്ണൂർ വരെ വന്നതല്ലേ, ഒന്ന് കയറിയിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടേക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് സന്തോഷമായി. ഇത്രയും ദൂരെയുള്ളവരെയൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റിയത്, അവരുടെ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും ഒന്ന് പോകാൻ പറ്റിയതും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ കണ്ണനും ഹാപ്പി ആയിരുന്നു. പിള്ളേരുകളെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവനും അവിടെ ചെന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ സ്ലാങ് ആണ് കേട്ടോ ഭയങ്കര നമുക്ക് ഡിഫറെൻ്റായിട്ടൊക്കെ തോന്നിയത്. ഞങ്ങളുടെ സംസാരം അവർക്കും മനസ്സിലായി ഉണ്ടാവില്ല, അവരുടെ സംസാരം കുറേയൊന്നും ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്നാലും എല്ലാവരും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ഒരു 3 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരാൻ. പിറ്റേ ദിവസമാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം 3 മണിക്ക് തിരിച്ച് തൃശ്ശൂർക്ക്
ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ട് പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ഇറങ്ങിയപ്പോഴേക്കും ആകെ വയ്യാണ്ടായി. കുറേ നേരം ഇരുന്നുള്ള യാത്രയല്ലേ. അപ്പോൾ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വളരെ ചുരുക്കേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യം ബാംഗ്ലൂർ കണ്ണനെ നിംഹാൻസിൽ കൊണ്ടുവരുന്ന സമയത്തും പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും പിന്നെ ഇപ്പോഴും ആണ്. അല്ലാതെ ട്രെയിൻ യാത്ര വളരെ ചുരുക്കമാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ ചിരിച്ചിങ്ങനെ കിടന്നോളൂ കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളി. അപ്പോൾ അവൻ്റെ സന്തോഷം കാണണം തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിന്നതിലേ ഞാൻ നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ണം വെച്ചപ്പോൾ എനിക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.